ഹായ് ഗെയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്കും എൻ്റെ ഫാമിലികൾക്കും എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ എന്തുണ്ട് നിങ്ങളെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എവിടെ? അപ്പോൾ ഇതാ ഞങ്ങൾ പെരുന്നാളൊക്കെ ആയില്ലേ, പെരുന്നാളിൻ്റെ കുറച്ച് പർച്ചേസിങ്ങിലാണ് കേട്ടോ. അപ്പോൾ അടുക്കളയ്ക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് ഇക്കാനും കൂട്ടിയിട്ട്. അങ്ങനെ ഓരോ ടൈമിൽ ഇങ്ങനെ പോകുമ്പോഴും കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങും കേട്ടോ. അപ്പോൾ പെരുന്നാളായ ഡെയിലി പുറത്ത് അങ്ങനെ പോകും കേട്ടോ. അങ്ങനെ ഇതാ ഡിമാർട്ടിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഡിമാർട്ടിൽ തന്നെ ചെറിയ ഓഫർ ഉണ്ടായിരുന്നു ഫാൻറ്റോൾക്ക്. അങ്ങനെ ഇക്കാക്ക് 2 ഫാൻറ്റും എടുത്തുങ്ങാണ്ട് നേരെ ഞങ്ങൾ പോവാണ് കേട്ടോ വീട്ടിലോട്ട്. നമുക്കിന്ന് ഇനി ഒരു പർച്ചേസിങ്ങിനും പോകാനുള്ള ടൈമില്ല. ആകെ 2 ദിവസം, രണ്ടാമത്തെ ദിവസം നാളെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റന്നാൾ ചിലപ്പോൾ 29 കിട്ടുക, മറ്റന്നാൾ പെരുന്നാളായിരിക്കും. ചിലപ്പോൾ എല്ലാവരും പെരുന്നാൾ മറ്റന്നാളായിരിക്കും എന്ന് ചില ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അറിവിൽ 30 കിട്ടട്ടെ എന്നാണ് പ്രതീക്ഷ കേട്ടോ. അങ്ങനെ അതാ പർച്ചേസിങ് ഒക്കെ ചെയ്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വീട്ടിൽ ചെന്നതും ഞങ്ങൾ ഇക്ക ജോലിക്കും പോയി. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ അങ്ങനെ രാത്രിയായിട്ടോ. രാത്രി ഞങ്ങൾക്ക് പുറത്ത് കുറച്ചും കൂടിയും ഈ സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ രാത്രി ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് ഗേയ്സ്. അപ്പോൾ ഇവിടുത്തെ പുറത്ത് രാത്രി ഇറങ്ങാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടെയെന്ന് പറഞ്ഞാൽ 10 ദിവസം, ലാസ്റ്റത്തെ 10 ദിവസം ഒരു സ്ഥലത്ത് കരിമ്പ് കട എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു 10 ദിവസം ഫുള്ള് പർച്ചേസിങ്ങും കാര്യങ്ങളായിരിക്കും കേട്ടോ. ലാസ്റ്റത്തെ ആ 2 ദിവസത്തിൽ കാല് വെക്കാൻ പറ്റാത്ത അത്ര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. രാത്രിക്ക് പോയൊക്കെ ഇപ്പോൾ 2 മണി 3 മണിക്കൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അവിടെ ഉറക്കല്ല. അങ്ങനെയാണ് ഈ ഒരു പെരുന്നാളിൻ്റെ ദിവസങ്ങളിൽ അടുപ്പിച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അതായത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഞങ്ങളെല്ലാവരും കയറി കേട്ടോ. സ്വത്തൂനായിട്ട് ഒന്ന് ചെറുതായിട്ട് ഓരോരോ സംഭവങ്ങളൊക്കെ അങ്ങ് മേടിക്കേണ്ടതൊക്കെ മേടിക്കും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി നോക്കിയതാ. അപ്പോൾ ഓനാണെങ്കിലോ ഭയങ്കര എല്ലാറ്റിലും കയറണം എന്നുള്ളൊരു വാശി കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് പോവുക, ഇനി ഇവിടെ നിന്നാൽ ഓൻ്റെ വാശി ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നാൽ ശരിയാവില്ല പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഓനെ കൂട്ടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഓനാണിച്ച് പോരുന്നില്ല. 2 മണി നേരം ആയിക്കുന്നു കേട്ടോ ടൈം. എന്നാലും നട്ടപ്പാതിര ആയി എന്നുള്ളൊരു തോന്നൽ അവിടെ ഇല്ല കേട്ടോ. പകല് പോലെ നല്ല ആൾക്കാരും ഒരുപാടുണ്ട് കേട്ടോ. പർച്ചേസിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ സാധനം വാങ്ങി ചെയ്യുക ഓഫറിൽ അങ്ങോട്ട് കിട്ടും ചെയ്യുന്നില്ലതിന് അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ. എന്നും എത്രയും ദിവസം 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഓന് തുടങ്ങിയില്ല വാശി, ഓന് പോരുന്നില്ല. അങ്ങനെ വാശിയൊക്കെ പിടിച്ച് ഓൻ്റെ വാശിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു വാച്ച് ഉണ്ട് കേട്ടോ. അടിപൊളി വാച്ചാണ്. ആ വാച്ചുണ്ട് വാങ്ങിക്കൊടുത്തപ്പോൾ ഓൻ്റെ വാശി അങ്ങോട്ട് തീർന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓൻ്റെ വാശിയൊക്കെ തീർത്ത് ഓനെ സമാധാനിപ്പിച്ച് ഞങ്ങൾ നേരെ ഓനക്ക് അവിടെ തന്നെ നിൽക്കണം, അയിക്കൂടിയൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് ആ വാശിയൊക്കെ അങ്ങോട്ട് മാറ്റി പിടിച്ച് ഓനെയും കൊണ്ട് നേരെ അങ്ങനെ വീട്ടിലോട്ട് പോവാണ് ഗെയ്സ്. അങ്ങനെ പോണ വഴിക്കന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കടയിലോട്ട് അങ്ങോട്ട് കയറി കേട്ടോ. പക്ഷേ അവിടെ ബിരിയാണി ഒന്നുമില്ല. ഈ നട്ടപ്പാതിരാക്ക് എന്ത് ബിരിയാണി എന്നും പറഞ്ഞങ്ങാണ്ട് ബിരിയാണി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. പക്ഷെ ബിരിയാണി ഒന്നും കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പൊറാട്ടയും നല്ല രസമുണ്ട് കേട്ടോ. ആ പൊറാട്ടയും കുറുമയും കഴിക്കാനും. പിന്നെ ചില്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില്ലിയൊന്നും അത്ര വലിയ രസമല്ല കേട്ടോ. ചില്ലി അപ്പളം ഇങ്ങോട്ട് ചുട്ടെടുത്തേന് കേട്ടോ. അങ്ങനെ സ്വത്ത് ഒരു പൊറാട്ടയും കഴിച്ചു. ഞാൻ 2 പൊറാട്ടയും ഒരു വലിയൊരു ദോശയും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വയറൊക്കെ ഫുള്ളായി. ദോശയൊക്കെ കഴിച്ച് പോകാൻ നേരത്താണ് കേട്ടോ ചില്ലി അങ്ങോട്ട് വരുന്നത്. ചില്ലി ഫസ്റ്റേ ഓർഡർ ചെയ്തിരിക്കണു, പക്ഷേ എത്തിയിട്ടില്ല. കാരണം എന്താ, നട്ടപ്പാതിരാക്ക് അപ്പള ചുട്ടെടുക്കൂലേ, അങ്ങനെ ഒരു കട കേട്ടോ. നല്ല വൃത്തിയും കാര്യങ്ങളും ഉള്ളൊരു കടയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ കടയിൽ നിന്ന്. ഒന്നും കൂടി ഇങ്ങനെ പോയി ആ പൊറാട്ടയുടെ കുറുമ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റ് ഒന്നുമില്ല, ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ കണ്ട എല്ലാ ഐറ്റംസും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ. പക്ഷേ എല്ലാ ഐറ്റംസും നോമ്പായതുകൊണ്ട് ഒരു ഐറ്റംസും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. നോമ്പാകുമ്പോൾ ചിലവില്ല എത്ര. അപ്പം നമ്മൾ ആൾക്കാരാണല്ലേ ബിരിയാണിയും അതും ഇതൊക്കെ അടിച്ച് കയറ്റുന്നത് ഇപ്പം മനസ്സിലായി കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ചില്ലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചില്ലിയൊക്കെ കഴിച്ചു. അങ്ങനെ ചില്ലി വന്നതും സ്വത്തൂന് അങ്ങോട്ട് ചിരി വന്നിട്ടോ. ഓന് വലിയ ഫുള്ളായിട്ട് കഴിക്കുന്നില്ല ഒരു അർത്ഥമാണ് കേട്ടോ. പക്ഷെ ഓനൊന്നും കഴിക്കില്ല, ആകെ ഒരു പീസോളൂട്ട് കഴിച്ച് ബാക്കി മൊത്തം അങ്ങോട്ട്
നമ്മളെ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ എന്തും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ് ഗെയ്സ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ കണ്ടോ പള്ളികളൊക്കെ നല്ല അലങ്കരിച്ച് സുന്ദരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗെയ്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഇൻഷാ അല്ലാഹ് നാളെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും ദുആയിലും ഉൾപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.